Good morning, students. Today we continue the chapter Building Construction. Now we study basement. The basement construction of a home provides the foundation strength needed to keep the house standing through all types of weather and other environmental challenges. While some areas will have prescribed construction methods based on average rainfall and soil conditions. The three basement construction choices most often used are poured concrete, precast panel, and masonry wall construction. Cost for each of these construction methods can change with materials. Basement construction of a home provides the foundation strength needed to keep the house standing through all types of weather and other environmental challenges. നമ്മുടെ സ്ട്രക്ചറിന് വീടാണെങ്കിൽ വീട് ഏത് ബിൽഡിംഗ് ആണ് അതിന്റെ സ്ട്രക്ചറിന് പുറത്തുനിന്നുണ്ടാവുന്ന എൻവയറമെന്റിൽ നിന്നുണ്ടാവുന്ന ചലഞ്ചസിനെല്ലാം വിശന്നുള്ള കഴിവ് വേണം ഇതിന് ബേസ്മെന്റ്. Basement is used to physically separate structures from ground. അതായത് നമ്മുടെ ഗ്രൗണ്ടിലാണ്, ഈ ഗ്രൗണ്ടിൽ നിന്നും സ്ട്രക്ചറിനെ ഫിസിക്കലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും ഫിസിക്കലി ആയി സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബേസ്മെന്റ്. ഇതാണ് നമ്മുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെയോ അല്ലെങ്കിൽ എനി ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അത് സാധാരണയായിട്ട് എവിടെയാണ് ഉണ്ടാവുക? ഇൻ ബിറ്റ്വീൻ ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഈ ഫൗണ്ടേഷന്റെയും ഇവിടെ ഫൗണ്ടേഷൻ ആണ്, ഫൗണ്ടേഷൻ സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടേഷന്റെയും സൂപ്പർ സ്ട്രക്ചറിന്റെ ഇടയിലുള്ള എലമെന്റ് ആണ് ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഈസ് പ്രൊവൈഡ് ബിറ്റ്വീൻ ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. നമുക്കറിയാം, നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും എവിടേക്ക് പോകാൻ പാടില്ല, നമ്മുടെ ഫ്ലോറിലേക്ക് കയറാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല. അതുപോലെ നല്ല നീറ്റ് ലെവൽ സർഫസ് കിട്ടണം നമുക്ക് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്. ആ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെവൽ സർഫസ് കൊടുക്കുന്നതും ബേസ്മെന്റ് ആണ്. മനസ്സിലായില്ല? അപ്പൊ ഇത്രയും ആവശ്യങ്ങൾക്കാണ് ബേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സൂപ്പർ സ്ട്രക്ചർ. A superstructure is an element of a structure that projects above the basement. The basement ആണ്. ഈ ബേസ്മെന്റിൽ നിന്നും മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന പാർട്ടാണ് അല്ലെങ്കിൽ എലമെന്റ് ആണ് ഇത് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഫൗണ്ടേഷന്റെ മുകളിലെ ബേസ്മെന്റിൽ നിന്നും മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന എലമെന്റ് ആണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് ജനറലി ദ പോർഷൻ ഓഫ് എ ബിൽഡിംഗ് located above ground, in contrast with the basement and substructure underground. The superstructure is also the highly visible part of a structure. It needs to be cladded with protective materials to keep the interior of the structure protected from the weather and decorate it to make it more visually interesting. Periodic inspections are conducted to make sure the structure is still sound. Checking for issues like the development of rust, holes, and other deformations.
അതായത് സൂപ്പർ സ്ട്രക്ചർ. നമുക്കറിയാം ബേസ്മെന്റിന്റെ മുകളിലോട്ട് ഉള്ള പോർഷൻ ആണ് അല്ലെങ്കിൽ എലമെന്റ് ആണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പുറത്തുനിന്നുള്ള വെതേഴ്സ് എഫക്ട്സ് എല്ലാം പുറത്തുനിന്ന് എവിടേക്ക് വരരുത്, നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരരുത്. അതിനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് എലമെന്റ് ആണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാണാൻ നമ്മുടെ ബിൽഡിങ്ങില് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ ആണ്. വിസിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഇതിലെ ഇന്റീരിയർ അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ ഉൾഭാഗം പുറഭാഗമൊക്കെ നല്ല ഭംഗി, കാണാനുള്ള ഭംഗിയും അതുപോലെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളകത്തേക്ക് ഏകദേശിക്കാനും എല്ലാം നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ നമ്മളെ സഹായിക്കുന്നു. എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയോഡിക്കലി ഇത് ഇൻസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ കേടുപാടുകളെല്ലാം നേരത്തിക്കൊണ്ടിരിക്കണം. ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കംപ്ലീറ്റ് അതിൽ വരാവുന്ന ഡാമേജുകളെല്ലാം നമ്മൾ പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്ത് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. എലമെന്റ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. എലമെന്റ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. എലമെന്റ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. First one, walls. Walls. To support the opening lintels, roof and enclosed space for security. അതായത് വാൾസ് എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ഓപ്പണിംഗ് ലിൻഡൽസ്. ലിൻഡൽസിന്റെ ഓപ്പണിങ്സിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് വേണം? വാള് വേണം. റൂഫിന് സപ്പോർട്ട് കൊടുക്കാൻ വാള് വേണം. ആൻഡ് ടു എൻക്ലോസ് സ്പേസ് ഫോർ സെക്യൂരിറ്റി. നമ്മൾ താമസിക്കാനുള്ള സ്പേസിന് അതിന് ഒരു എന്ത് വേണം? ക്ലോസ്ഡ് പോർഷൻ ആയിട്ട് മാറണമെങ്കിൽ വാൾസ് വേണം. അപ്പൊ നമ്മുടെ ഒരു ബിൽഡിങ്ങിന് ചുറ്റുഭാഗത്തും അതൊരു കവറിങ് നൽകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വാൾസ്. നെക്സ്റ്റ്, ഡോർസ്. ഓപ്പണിംഗ് ഫോർ ആക്സസ് വിത്ത് ഷട്ടേഴ്സ്. അതായത് നമുക്ക് അടയ്ക്കും വേണം തുറക്കും വേണം. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വാതില് തുറക്കുകയും വേണം അടയ്ക്കുകയും വേണം. അതിനുപയോഗിക്കുന്നതാണ് ഡോർസ്. ഓപ്പണിംഗ് ഫോർ ആക്സസ് വിത്ത് ഷട്ടേഴ്സ്. ഷട്ടേഴ്സ് ഉണ്ടാവില്ല, ഷട്ടർ ഉണ്ടാവും. ആ ഷട്ടർ വെച്ച് നമുക്ക് അടയ്ക്കാം, ആവശ്യമുള്ള സമയത്ത് തുറക്കാം. അങ്ങനെയുള്ള പാർട്ടാണ് ഡോർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിൻഡോസ്. ഓപ്പണിംഗ് ഫോർ എയർ ആൻഡ് ലൈറ്റ് പാസേജ് വിത്ത് ഷട്ടേഴ്സ്. എയറും വെളിച്ചവും വായും വെളിച്ചവും അകത്തേക്ക് വരാനും എല്ലാമാണ് എന്ത് ജനലുകൾ ലഭിക്കുന്നത്. അത് നമുക്ക് അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡോറുകൾ വെക്കും. ഫോർത്ത്, ലിൻഡൽസ്. ബീംസ് ഓവർ ഓപ്പണിംഗ് ഫോർ സപ്പോർട്ടിംഗ് വാൾസ് ആൻഡ് ഷെയ്ഡ്സ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ വാതിലിനുള്ള ഓപ്പണിങ്സ്, വിൻഡോസിനുള്ള ഓപ്പണിങ്സ്, അങ്ങനെയുള്ള ഓപ്പണിങ്സിന് മുകളിൽ കൂടെയുള്ള സപ്പോർട്ടാണ്, വാളിനുള്ള സപ്പോർട്ടാണ് ബീംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൺഷെയ്ഡിനുള്ള സപ്പോർട്ടും കൂടിയാണ് ലിൻഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഓപ്പണിങ് ഉണ്ടെങ്കിൽ ജനലിന്റെ ഓപ്പണിങ്ങോ വാതിലിന്റെ ഓപ്പണിങ്ങോ ഒക്കെ അതിന് മുകളിലൂടെ, ഇത് ജനലാണെങ്കിൽ ആ ജനലിന്റെ മുകളിലൂടെ പോകുന്നതും ലിൻഡലുകളാണ്. അതുപോലെ തന്നെ സൺഷെയ്ഡിന്റെ സപ്പോർട്ട് നൽകാനും ലിൻഡൽസ് ഉപയോഗിക്കുന്നു. ഓക്കെ, സൺഷെയ്ഡ്സ്. Projection beyond opening to avoid direct sun and rain. നമ്മുടെ ജനലിന്റെ മുകളില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജനലിന്റെ മുകളിൽ ഒരു പ്രൊജക്ഷൻ. അത് ഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ റെയിനൊന്നും എന്ത് ജനൽ കൂടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
എന്തെങ്കിലും സൺഷെയ്ഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലോർസ്. The different levels used for various purposes. ബിൽഡിങ്ങിന്റെ നമുക്കറിയാം ഏറ്റവും താഴെയുള്ള ഫ്ലോറിനെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയും, അതിന് തൊട്ട് മുകളിലുള്ള ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ നിരവധി മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ നിരവധി ഫ്ലോറുകൾ ഉണ്ടാവും. ആ ഈ ഫ്ലോറുകൾ എന്തിനാണ്? ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ഒരു നിശ്ചിത ഏരിയ, ലാൻഡിലെ നിശ്ചിത ഏരിയയിൽ നമുക്ക് ഒരുപാട് ഫ്ലോറുകളുടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കൂടുതൽ സ്പേസ് കിട്ടും. നെക്സ്റ്റ് റൂഫ്സ്. The topmost coverage to avoid rain, sun, wind and snow. അതായത് ബിൽഡിങ്ങിന്റെ ടോപ്പ് മോസ്റ്റ് കവറേജ് ആണ്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റെയിനിൽ നിന്നും, സണ്ണിൽ നിന്നും, വിൻഡിൽ നിന്നും, സ്നോയിൽ നിന്നെല്ലാം ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റൂഫ്സ് ഉപയോഗിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ്സ്. Roofs are distinguished as flat and sloped. റൂഫ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലാറ്റ് റൂഫ് ആൻഡ് സ്ലോപ്പ്. സ്ലോപ്ഡ് റൂഫും ഫ്ലാറ്റ് റൂഫും, അങ്ങനെ രണ്ട് തരത്തിലുള്ള റൂഫുകളുണ്ട്. നെക്സ്റ്റ് റിക്വയർമെന്റ്സ് ഓഫ് എ വെൽ പ്ലാൻഡ് റൂഫ്. റിക്വയർമെന്റ്സ് ഓഫ് എ വെൽ പ്ലാൻഡ് റൂഫ്. First one, it should be durable against others effects of various agencies such as wind, rain, sun, snow, etc. നമുക്കറിയാം ഇതിന്റെ പ്രധാന റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വേരിയസ് ഏജൻസീസ് ആയ വിൻഡ്, റെയിൻ, സൺ ഇവയിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ ഡിസറബിൾ ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് സൗണ്ട് ആൻഡ് ഹീറ്റ്. അതുപോലെ ശബ്ദത്തിനും അതുപോലെ ചൂടിനും ഒരു ഇൻസുലേഷൻ ആയിട്ട് വർക്ക് ചെയ്യണം ഇത് റൂഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചറലി സ്റ്റേബിൾ ആൻഡ് സൗണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ദ ലോഡ്സ് ലൈക്ലി ടു കം ഓവർ ഇറ്റ്. ഇത് സ്റ്റേബിൾ ആയിരിക്കണം, സൗണ്ട് ആയിരിക്കണം, അതുപോലെ തന്നെ അതിന് മുകളിൽ വരുന്ന ലോഡ് മുഴുവൻ എടുക്കാനുള്ള സ്ട്രെങ്ത് ഉള്ളതും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീങ് ഡ്രെയിൻഡ് ഈസിലി. ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതായിരിക്കണം. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന, അത് ഉണങ്ങി പോകുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എഫിഷ്യന്റ് വാട്ടർ പ്രൂഫിംഗ് അറേഞ്ച്മെന്റ്. ഇതിന് നല്ല വാട്ടർ പ്രൂഫിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കണം. വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ കുതിർന്ന് നിൽക്കാൻ പാടില്ല, അത് ഡ്രൈ ആയി തന്നെ പോകണം. വെള്ളം അകത്തേക്ക് വരാനും പാടില്ല, ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരാനും പാടില്ല. നെക്സ്റ്റ് ഫ്ലോറിംഗ്. To create a clean, level and attractive working space. ഫ്ലോറിംഗ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനൊക്കെയാണ് ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത്. ടു ക്രിയേറ്റ് എ ക്ലീൻ, ലെവൽ ആൻഡ് അട്രാക്റ്റീവ് വർക്കിംഗ് പ്ലേസ്. നമ്മുടെ നല്ല വൃത്തിയുള്ളതാവും അതേപോലെ നിരന്നതും അതുപോലെ കാണാൻ ഭംഗിയുള്ളതുമായ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫ്ലോറിങ്സ് ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫ്ലോറിങ്സ്: സിമന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്, ടൈൽ ഫ്ലോറിംഗ്, മാർബിൾ ഫ്ലോറിംഗ്, ഗ്രാനൈറ്റ് ഫ്ലോറിംഗ്, ഗ്ലാസ് ഫ്ലോറിംഗ്, വുഡൻ ഫ്ലോറിംഗ്, ലിനോളിയം ഫ്ലോറിംഗ്. ഫ്ലോറിംഗ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കൂടി പറയാം. സിമന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്, അതായത് വെറും സിമന്റ് കോൺക്രീറ്റ് ചെയ്തുള്ള ഫ്ലോറിംഗ് ഉണ്ട്. പിന്നെ ടൈല് ഫ്ലോറിംഗ്, ടൈലിട്ട ഫ്ലോറിംഗ്. മാർബിൾ ഫ്ലോറിംഗ്, മാർബിൾ നമ്മൾ പഠിച്ചതാണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ്, ഗ്ലാസ് ഫ്ലോറിംഗ്, വുഡൻ ഫ്ലോറിംഗ്, ലിനോളിയം ഫ്ലോറിംഗ്. ലിനോളിയം എന്ന് പറഞ്ഞാൽ ഷീറ്റാണ്, വിരിക്കുന്ന ഷീറ്റാണ്. മാറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ വിരിക്കുന്ന ഷീറ്റാണ്. നെക്സ്റ്റ് സ്റ്റേഴ്സ്. A means of
ആക്സസ് ഓർ മൂവ്മെന്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫ്ലോർസ്. സ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ മീൻസ് ഓഫ് ആക്സസ് ഓർ മൂവ്മെന്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫ്ലോർസ്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് അങ്ങോട്ട് പോവാനും വരാനും എല്ലാം സഹായിക്കുന്നതാണ് സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോറിൽ നിന്നും 2-3 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഈ ഫ്ലോറിൽ നിന്നും ഈ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്ലോറിൽ നിന്ന് ഈ ഫ്ലോറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എലമെന്റ് ആണ് നമ്മുടെ സ്റ്റേഴ്സ്. ഇത്രയും എലമെന്റ്സ് ആണ് സൂപ്പർ സ്ട്രക്ചേഴ്സിലുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ